നമുക്ക് ഫ്യൂവലിന് നന്നായിട്ടില്ല അറൗണ്ട് 20 lakhs എബോ കാലി ഫ്യൂവലിന് മാത്രമായിട്ട് നമ്മ എക്സ്പെൻസ് ആക്കിയിട്ടുണ്ടാവും. 20 lakhs എബോ നാട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ 4 lakhs എക്സ്പെൻസ്, അതിന്റെ 4 ഇരട്ടി. അല്ല, ഒരു വണ്ടിക്കുള്ള എക്സ്പെൻസാ അല്ലെങ്കിൽ എല്ലാ വണ്ടിക്ക് കൂട്ടി? അല്ല, ഇത് ഒരു വണ്ടിക്കുള്ളത്. ഒരു വണ്ടിക്ക് 20 lakhs? 20 lakhs എബോ, അതായത് നമുക്ക് ഒറ്റ വണ്ടിക്ക് ഇതൊരു അപ്രോക്സിമേറ്റ് പറയുന്നതാണ്. ചിലപ്പോ 25 lakhs ആയിട്ടുണ്ടാവും. കാരണം ഈ 4 വണ്ടിക്ക് കൂടി 1 കോടിയായി പെട്രോൾ മാത്രല്ലേ. നാട്ടിലേക്ക് ദുബായിൽ ഒരു വണ്ടി കൊണ്ടുപോകണമെങ്കിൽ എന്താണ് അതിന്റെ പ്രൊസീജിയർ, എത്രയാണ് അതിന് ചെലവ് വരുന്നതൊക്കെ? പക്ഷെ ശരിക്കും പറഞ്ഞെങ്കിൽ അതല്ല എക്സ്പെൻസ്, അതല്ല എക്സ്പെൻസ്, നാട്ടിലെ കൊണ്ടുപോകലല്ല എക്സ്പെൻസ്. ശരിക്കും എക്സ്പെൻസ് വെച്ചാല് നമ്മ നാട്ടില് കൊണ്ടുപോയിട്ട് നമ്മ ട്രാവൽ ചെയ്യുന്നില്ലേ, നമ്മ ഫസ്റ്റ് വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് വിചാരിച്ചെന്താ വെച്ചാല് ഇതായിരിക്കും എക്സ്പെൻസ്. നാട്ടില് കൊണ്ടെങ്കിൽ പ്രശ്നമില്ല, ഫ്യൂൽ അല്ല, നമ്മ അടിച്ചു പോവാം. ബട്ട് നാട്ടില് കൊണ്ടുപോയിട്ട് ഫ്യൂൽ അടിച്ചിട്ട് കുറച്ച് ട്രാവൽ ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മ നാട്ടിലത്തെ ഫ്യൂൽ എന്ന് പറഞ്ഞാല് ഒരു എന്തല്ല ഇവിടുത്തെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ഫ്യൂലാണ് നാട്ടിലത്തെ. ഇപ്പൊ ഒരു ഫുൾ ടാങ്ക് ഇപ്പൊ ടോർച്ചിൽ 9000 വരുന്നു ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ. ആ 9000 നമുക്ക് ചെറിയ കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്.